ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പേജ് നമ്പർ 13 എക്സസൈസ് ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. എക്സസൈസ് ക്വസ്റ്റ്യൻ 3 ആണ് കേട്ടോ. പേജ് നമ്പർ 13 എക്സസൈസ് ക്വസ്റ്റ്യൻ 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. Show that the sequence of the heights of the perpendiculars on continuing this form an arithmetic sequence. ഒരു ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. എന്താണ് ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. അതായത് ഈ അകലങ്ങൾ തുല്യമാണ്. ഏത് അകലങ്ങളാ കാണിച്ചു തരാം. ദേ ഈ അകലങ്ങൾ, ഇതും ഇതും ഒക്കെ എന്താണ്? തുല്യ അകലമാണ്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. അതായത് ഈ ഉയരം ഉണ്ടല്ലോ, റെഡ് ലൈൻസ് വരച്ചേക്കുന്നില്ലേ, ഇതാണ് ലംബങ്ങൾ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ഹൈറ്റ്, ഉയരങ്ങളുടെ ശ്രേണി നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ സീക്വൻസ് എടുക്കുമ്പോൾ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ടാണ് കിട്ടുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കൊരു സൂചന തന്നിട്ടുണ്ട്. ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ച് നോക്കുക എന്നാണ് നമുക്കൊരു സൂചന തന്നേക്കുന്നത്. അതായത് ഒരു ലംബം, അതായത് ഒരു പെർപെൻഡിക്കുലറിൻ്റെ മുകളിലത്തെ അറ്റത്ത് നിന്ന് അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഒരു ലൈൻ അങ്ങ് വരച്ച് നോക്കുക എന്നാണ്. അടുത്ത ലംബത്തിലേക്ക് ഒരു ലംബം, ഒരു പെർപെൻഡിക്കുലർ വരച്ച് നോക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതാണല്ലോ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫിഗറിന് നമുക്ക് കുറച്ച് പേരൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് സുന്ദരനാക്കാം. നോക്കിക്കേ, അപ്പോൾ ഞാൻ പേര് കൊടുക്കാൻ പോവുകയാണേ. ഇവിടെ ഇതിന് ഈ ഒരു എൻഡിന് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്യുക. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ പോയിന്റ്, ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്, ഇത് ടി എന്നിരിക്കട്ടെ. ഇനി എന്താ നമുക്ക് ഹിൻഡ് പറഞ്ഞേക്കുന്നത്? ഓരോ പെർപെൻഡിക്കുലറിൻ്റെ മുകളിലത്തെ അറ്റത്തിൽ നിന്ന് അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് എന്ത് വരയ്ക്കണം? ഒരു ലംബം വരയ്ക്കണം, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ നമുക്കതൊന്ന് വരച്ചേക്കാം. ഓക്കെ, ഇങ്ങനെ ഇതൊരെണ്ണം. ഓക്കെ, ഇനി അടുത്തതോ, ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അടുത്തതിലേക്കൊരു ലംബം വരയ്ക്കാം. അടുത്തോ എസ് സിന്ന് ഇങ്ങോട്ടേക്ക്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഹിൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം, ഇത് ലംബമായത് കൊണ്ട് ഈ ആംഗിൾസ് എല്ലാം എന്താ? 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾസ് ഒക്കെ എന്താണ്? 90 ഡിഗ്രി ആണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? ഈ സ്പേസ് ഉണ്ടല്ലോ, അതായത് രണ്ട് പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിന് എം എന്നും, ഇത് എൻ, ഇത് ഒ, ഇത് സെഡ് എന്നും കൊടുക്കാം. ഓക്കെ, സച്ച് ദാറ്റ് പി എം ഈക്വൽ ടു ക്യു എൻ ഈക്വൽ ടു ആർ ഒ ഈക്വൽ ടു എസ് സെഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇവയുടെ ഹൈറ്റ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അത് ലെങ്തിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. ഓക്കെ, ഇൻ ദ ഫിഗർ നമുക്കറിയാം അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് ബി സിക്ക് ഈക്വൽ ആണ്, ബി സി എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വൽ ആണ്, സി ഡി എന്ന് പറയുന്നത് ഡി ഇക്ക് ഈക്വൽ ആണ്.
ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഡ്രോ പെർപെൻഡിക്കുലർ ലൈൻസ് പി എം, ക്യു എൻ, ആർ ഒ, എസ് സെറ്റ് പാരലൽ ടു ദ ബോട്ടം ലൈൻ എക്സ് ഇ അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഡ്രോ പി എം ക്യു എൻ ആർ ഒ ആൻഡ് എസ് സെറ്റ് parallel to bottom line, parallel to the bottom line നമ്മൾ എക്സ് വൈ ആണ് എടുത്തത് അല്ലേ? അതായത് നിങ്ങൾ ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഡ്രോ പി എം ക്യു എൻ ആർ ഒ എസ് സെറ്റ് പാരലൽ ടു ദി ബോട്ടം ലൈൻ എക്സ് ഇ. ഓക്കെ, നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻസ് ഇവിടെ വരച്ചില്ലായിരുന്നോ? ഇവിടെ പി എം എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ, അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് ക്യൂ ബി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ക്യു എൻ എന്ന് പറയുന്നത് ആർ സി എന്ന് പറയുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ ആർ ഒ എന്ന് പറയുന്നത് എസ് ഡി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ എസ് സെഡ് എന്ന് പറയുന്നത് ടി ഇ എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടിയല്ലേ? നമുക്ക് എത്ര റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടി? 4 റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത അവയെല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ദ റൈറ്റ് ട്രയാങ്കിൾസ് ഏതൊക്കെയാണ് കുട്ടികളെ? റൈറ്റ് ട്രയാങ്കിൾസ് ട്രയാങ്കിൾ പി എം ക്യു, ഒന്ന് പി എം ക്യു, അടുത്ത് ക്യു എൻ ആർ, അടുത്ത് ആർ ഒ എസ്, പിന്നെ എസ് സെഡ് ടി. ഇവയെല്ലാം റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്കതങ്ങ് എഴുതാം. ട്രയാങ്കിൾ പി എം ക്യു, അടുത്ത് ട്രയാങ്കിൾ ക്യു എൻ ആർ, അടുത്ത് ട്രയാങ്കിൾ ആർ ഒ എസ്, ട്രയാങ്കിൾ എസ് സെഡ് ടി ആർ ഈക്വൽ ട്രയാങ്കിൾസ്. എന്തുകൊണ്ടാണ് ഇവ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്? ഇവിടെ വന്നിരിക്കുന്ന നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയേക്കുന്ന 4 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. എല്ലാ ട്രയാങ്കിൾസിലും ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. സോ അത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. മാത്രമല്ല ദേ നോക്കിക്കേ, ഈ ആംഗിൾസ് സെയിം ആണ്. ഈ ആംഗിൾസ് എല്ലായിടത്തും സെയിം ആണ് കേട്ടോ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്, എല്ലായിടത്തും ഒരേപോലെ വരുന്ന റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. പിന്നെ അതെ ഇപ്പോൾ ടീച്ചർ മാർക്ക് ചെയ്തില്ലേ, ആ ആംഗിൾസ് എല്ലാം സെയിം ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ആണല്ലോ. ഇനി ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സും തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ ട്രയാങ്കിൾസിന് നമുക്ക് എന്തെന്ന് പറയാം? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അതായത് ട്രയാങ്കിൾ പി ക്യു എം നമ്മൾ എടുക്കുകയാണെങ്കിൽ പി ക്യു തന്നെ ആയിരിക്കും ക്യു ആർ എന്ന് പറയുന്നത്, ക്യു ആർ തന്നെ ആയിരിക്കും ആർ എസ് തന്നെ ആയിരിക്കും എസ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പി എം എന്ന് പറയുന്നത് ക്യു എന്നിന് ഈക്വൽ ആണ്, ആർ ഒ എന്ന് പറയുന്നത് എസ് സെഡിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. മാത്രവുമല്ല ഈ സൈഡ്, അതായത് ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ലെങ്തും എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതങ്ങ് എഴുതാം. ഈക്വൽ ട്രയാങ്കിൾസ് ആണല്ലേ, ദാറ്റ് ഈസ് വൺ സൈഡ്. അപ്പോൾ അതിൻ്റെ റീസൺ കൂടെ എഴുതിക്കോ. ദാറ്റ് ഈസ് വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് ഇൻക്ലൂഡഡ് ആംഗിൾസ് angles of a triangle are equal to the one side and included angles of one side and included angles of another triangle. Included angles of another triangle, then the triangles are equal. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ പി ക്യു എം, ട്രയാങ്കിൾ ക്യു എൻ ആർ,
ട്രയാങ്കിൾ ROS, ട്രയാങ്കിൾ SZT. ഇവ ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവയുടെ സൈഡ്സ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ്സ് ഏതൊക്കെ സൈഡ്സ് വരും? സോ നമുക്ക് എന്തെന്ന് പറയാം? QM ഈക്വൽ ടു RN. അതായത് QM ഇത് കണ്ടോ, ഇത് QM തന്നെ ആയിരിക്കും RN എന്ന് പറയുന്നത്. ഈ RN തന്നെയാണ് OS എന്ന് പറയുന്നത്, അത് തന്നെയാണ് TZ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതങ്ങ് എഴുതാം. സോ എന്തെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്? സോ ഇതാണ് QM ഈക്വൽ ടു, നിങ്ങളെ ഫിഗർ നോക്കിക്കേ, ഫിഗർ നോക്കിയിട്ട് ടീച്ചർ എഴുതി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. QM ഈക്വൽ ടു RN ഈക്വൽ ടു SO ഈക്വൽ ടു TZ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? ഇനി ടീച്ചർ ഇതിനെ D എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ് കേട്ടോ. ഇതിനെ നമുക്ക് D എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അതായത് ഈ ഹൈറ്റ് ഉണ്ടല്ലോ, അതിനെ ഞാൻ എന്തായിട്ട് എടുത്തു? D ആയിട്ട് എടുത്തു. D ആയിട്ട്. ഇത് D ആണ്, ഇതും D ആണ്, ഇതും D ആണ്, ഇതും D ആണ്. ഓക്കെ, D ആണ്. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ? അത് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇത് D, ഇതും D തന്നെ, ഇതും D. ഇത്രയും ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ D ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ ഇനി ഞാൻ AP-ൻ്റെ വാല്യൂ, ഈ AP ഉണ്ടല്ലോ, ഈ ഹൈറ്റ് ഞാൻ X ആയിട്ട് എടുക്കുവാണ്. എന്തായിട്ട് എടുക്കുവാണ്? X ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ ഈ AP-യുടെ അതേ ഡിസ്റ്റൻസ് അല്ലേ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ? ഇത്രയും പോയിന്റ്, അതായത് BM എന്ന് പറയുന്നതും X തന്നെയാണ്. ആണല്ലോ, X തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ AP എന്ന് പറയുന്നത് X ആണ്, അപ്പോൾ BM എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ BQ എന്ന് പറയുന്നത് എന്തായിരിക്കും? X പ്ലസ് D ആയിരിക്കും അല്ലേ? BQ എന്താണ്? X പ്ലസ് D. ഇവിടെ എഴുതിത്തരാം. AP എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? X ആണല്ലോ. ദെൻ BQ എന്ന് പറയുന്നത് എന്താ? BQ എന്ന് പറയുന്നത് BM-ൻ്റെ കൂടെ QM ആഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് BM? BM നമ്മൾ X ആയിട്ട് എടുത്തത്, QM എന്ന് പറയുന്നത് D ആണ്, X പ്ലസ് D അല്ലേ? അപ്പോൾ BQ നമുക്ക് കിട്ടി. ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇവിടെ കാണിക്കാം. ഇങ്ങനെ വരയ്ക്കുവാണേ. അപ്പോൾ നോക്കിക്കേ, ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? X. ഇത് എത്രയാ? X. ഇത് എത്രയാ? X ആണല്ലോ. ഇനി ഇവിടെ നിന്ന് ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. അപ്പോൾ ഈ ഹൈറ്റ് എത്രയാ? ഇവിടെ എത്രയും D അല്ലേ? അപ്പോൾ അതിന് പാരലായിട്ട് വരുന്നതാണ് ഇവിടെ. ഇത് D. ഇത് എത്രയാ? ഇതും D. ഇത്രയും എത്രയാ? ഇതും D ആണല്ലോ. ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അന്നേരം ഇത് ഇത്രയും ഹൈറ്റ് D ആണെങ്കിൽ ഈ ഹൈറ്റും എത്രയായിരിക്കും കുട്ടികളെ? D ആയിരിക്കും. ഈ ഹൈറ്റോ? D ആയിരിക്കും. ഈ ഹൈറ്റോ? D ആയിരിക്കും. ആണല്ലോ. ഇത്രയും മനസ്സിലായല്ലോ? ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് BQ-ൻ്റെ വാല്യൂ എത്ര കിട്ടി? BQ എന്ന് പറയുന്നത് X പ്ലസ് D. അപ്പോൾ RC നിങ്ങൾ പറഞ്ഞേ. RC എന്ന് പറയുന്നത് അടുത്ത ഹൈറ്റ് ആണ്. RC എന്ന് പറയുമ്പോൾ X പ്ലസ് D പ്ലസ് D അല്ലേ? X പ്ലസ് D പ്ലസ് D, അതായത് X പ്ലസ് 2D കിട്ടിയില്ലേ? RC അടുത്ത ഹൈറ്റ് എന്ന് പറയുന്നതാണ് RC. അടുത്ത പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത് SD ആണ്, റൈറ്റ്? SD എന്ന് പറയുമ്പോൾ X പ്ലസ് X-ൻ്റെ കൂടെ D പ്ലസ് D പ്ലസ് D. അപ്പോൾ എത്ര വരും? 3D വരും. X പ്ലസ് D പ്ലസ് D പ്ലസ് D, X പ്ലസ് 3D. അടുത്ത TE. അപ്പോൾ TE എടുക്കുമ്പോൾ T എന്ന് പറയുമ്പോഴത്തേക്കും X-ൻ്റെ കൂടെ എത്ര D ആഡ് ചെയ്യണം? D പ്ലസ് D പ്ലസ് D പ്ലസ് D, അതായത് X പ്ലസ് 4D. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഹൈറ്റ് X, അടുത്ത X പ്ലസ് D, അടുത്തത് X പ്ലസ് 2D, അടുത്തത് X പ്ലസ് 3D, അടുത്തത് X പ്ലസ് 4D. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് കിട്ടിയേക്കുന്നത് അല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ്, so the sequence of the heights
ഹൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എക്സ്, അടുത്തത് എക്സ് പ്ലസ് ഡി കിട്ടി, അടുത്തത് എക്സ് പ്ലസ് 2d കിട്ടി, അടുത്തതോ എക്സ് പ്ലസ് 3d കിട്ടി. അപ്പോൾ അടുത്തത് എക്സ് പ്ലസ് 4d ആയിരിക്കും. ഓക്കെ, എക്സെട്ര ഇങ്ങനെയായിരിക്കും പോകുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഈ കിട്ടിയേക്കുന്ന നമുക്കിപ്പോൾ കിട്ടിയില്ലേ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താണെന്ന് പ്രൂവ് ചെയ്യണം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അതിന് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. അടുത്തടുത്ത ടേമുകളുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ സെക്കൻഡ് ടേം എന്താണ്? എക്സ് പ്ലസ് ഡി. അതിന് ഫസ്റ്റ് ടേം കുറച്ചേ മൈനസ് എക്സ്, എക്സും മൈനസ് എക്സും പോയി ബാക്കി നമുക്ക് ഡി ആണ് കിട്ടുക. അടുത്ത തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം. എക്സ് പ്ലസ് 2d മൈനസ് ഓഫ് എക്സ് പ്ലസ് ഡി, ഇങ്ങനെയല്ലേ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2d മൈനസ് എക്സ് മൈനസ് ഡി. മൈനസ് എക്സ് പ്ലസ് എക്സ് പോയി 2d മൈനസ് ഡി, 2dന്ന് ഡി കുറയ്ക്കുമ്പോൾ ഡി ആണ് വരുന്നത്. കണ്ടില്ലേ? ഇവിടെയും ഡി ഇവിടെയും ഡി. ഇപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലേ? അടുത്ത നാലാമത്തെ ടേം മൈനസ് മൂന്നാമത്തെ ടേം, നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നാലാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാ? എക്സ് പ്ലസ് 4d അല്ലേ, മൈനസ് ഓഫ് എക്സ് പ്ലസ് 3d വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4d മൈനസ് എക്സ് മൈനസ് 3d. എക്സ് മൈനസ് എക്സ് പോയി 4d മൈനസ് 3d ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ നമുക്ക് ഡി ആണ് കിട്ടുന്നത്. സോ ദ ഡിഫറൻസസ് ആർ ദ സെയിം. സോ ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫോം an arithmetic sequence. Okay, here differences are same. Differences same ആണ്. അതുകൊണ്ട് so the sequences of എന്തിൻ്റെ സീക്വൻസാ? sequences of the heights of the perpendiculars. Sequences of the heights of the perpendiculars form an arithmetic sequence. Form an arithmetic sequence. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കുക. അതുപോലെ ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.